ഹലോ ചാമ്പ്യൻസ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, രാത്രിയോളം ഉറക്കം കളഞ്ഞൊക്കെ പഠിക്കുന്നുണ്ട്, എക്സാംസ് ഒക്കെ എഴുതും, ബട്ട് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ലെവലിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും, ഞാൻ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിയോ, എനിക്ക് എന്ത് പറ്റി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട. ബിക്കോസ് മോട്ടിവേഷൻ അൺലോക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില സ്റ്റഡി ടിപ്സ് ആണ്, ബൈ വിച്ച് യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. സോ ലെറ്റ്സ് ബിഗിൻ. സെറ്റ് ഷോർട്ട് ടേം ഗോൾസ് ആൻഡ് ലോങ് ടേം റിവാർഡ്സ്. ആദ്യം തന്നെ ചില കുട്ടികൾ ലോങ് ടേം ഗോൾസ് പ്ലാൻ ചെയ്ത് വെക്കും. അതായത് ഒരു മാസം ഞാൻ 10 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ 5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും. അങ്ങനെ പ്ലാൻ ചെയ്യരുത്. ബിക്കോസ് ആ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ കല്യാണമായിരിക്കാം, വേറെ ഏതെങ്കിലും ഈവൻ്റ് ആയിരിക്കാം. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം ആ ഒരു ടൈം ഗ്യാപ്പ് അവിടെ വീണ്ടും നിങ്ങൾക്ക് കുറയുവാണ്. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരം ഷോർട്ട് ടേം ഗോൾസിനെ സെറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസത്തേക്കുള്ള, അതായത് ഇന്ന് നിങ്ങൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് യു ഹാവ് ടു പ്ലാൻ വാട്ട് വിൽ ഐ ഫിനിഷ് ടുമോറോ. ഫോർ എക്സാമ്പിൾ, നാളെ ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ചാപ്റ്റർ ആണോ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ റിവിഷൻ ആണോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സാമ്പിൾ പേപ്പേഴ്സ് ആണോ സോൾവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള ഗോൾ എന്നും സെറ്റ് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ഇസ് ലോങ് ടേം റിവാർഡ്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ലോങ് ടേം റിവാർഡ് പ്രോമിസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ പ്രോമിസ് ചെയ്ത് വെക്കുമ്പം ആ ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു റിവാർഡായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം 10th അല്ലെങ്കിൽ 11th 12th ഞാൻ 90% മുകളിൽ സ്കോർ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാം എന്ന് നിങ്ങൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. Know the difference between being busy and being productive. Let's be honest. ചില സമയത്ത് നമ്മൾ ഒരുപാട് മണിക്കൂർ പഠിക്കും, ബുക്സൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ഹൈലൈറ്റേഴ്സൊക്കെ എടുത്ത് ഒരുപാട് മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ യൂട്യൂബിൽ ലെക്ചേഴ്സ് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, PDF നോട്ട് വായിക്കുന്നുണ്ടായിരിക്കും, നോട്ട് വീണ്ടും വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അന്നത്തെ ദിവസം ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത്. ബട്ട് ആക്ച്വലി നമ്മൾ ഫുൾ ടൈം ബിസി ആയിരുന്നു, ബട്ട് പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. ഇതൊരു മേജർ മിസ്റ്റേക്കാണ്, മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ചെയ്യാനുള്ളത്, നിങ്ങൾ കുറച്ച് സമയം ആ ടൈം കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതായത് ഫോക്കസ് ഓൺ ലേണിംഗ്, നോട്ട് ജസ്റ്റ് റീഡിങ്. വായിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ സോൾവിങ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് ജസ്റ്റ് ഫിനിഷിങ്. ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യല്, ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഒരു 6 മണിക്കൂർ ഒന്നും ചെയ്യാണ്ട് വെറുതെ എന്തൊക്കെയോ എഴുതി വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു 2 മണിക്കൂർ നിങ്ങൾ റിയൽ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പവർഫുൾ ആയിരിക്കും. ദ ഗോൾഡൻ അവർ റൂൾ. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ, ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് നോ ഫോൺ, നോ മ്യൂസിക്, നോ വീഡിയോ ക്ലാസ്സസ്, ജസ്റ്റ് യു ആൻഡ് യുവർ ബുക്സ്. അതായത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി 1 മണിക്കൂർ മിനിമം മാറ്റി വയ്ക്കുക. അതിൽ കൂടുതൽ നേരം നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ബട്ട് ആ ഒരു സെൽഫ് സ്റ്റഡിക്ക് നിങ്ങൾ കൊടുക്കുന്ന ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷൻസും ഒരു എക്സ്ക്യൂസും പാടില്ല. ബട്ട് ഐ ഗ്യാരൻറ്റി യു, ആ ഒരു സെൽഫ് സ്റ്റഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ആൻഡ് ഫുൾ ഫോക്കസ്ഡ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ യു വിൽ സ്റ്റാർട്ട് വിന്നിങ്. ആൻഡ് അത് നിങ്ങളുടെ എക്സാം റിസൾട്ടിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. സേ നോ ടു പ്രോക്രാസ്റ്റിനേഷൻ. ബി ഓണസ്റ്റ്. എത്ര തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, 7:30ക്കാണ് പഠിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, പോട്ടെ 8 മണിക്ക് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ 8:30 ആയിക്കോട്ടെ, അന്നേരം സ്റ്റാർട്ട് ചെയ്യാം, കുറച്ച് സമയമല്ലേ പോകുന്നുള്ളൂ. ഇങ്ങനെ എത്ര പേര് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഡിലേ, ഇറ്റ് ഈസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. നമ്മളെ തന്നെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്മാർട്ട് സ്റ്റുഡൻറ്റ് പറയേണ്ടത്, 7:30ക്ക് പഠിക്കാനിരിക്കേണ്ട കുട്ടി 7:15 സ്റ്റഡി ടേബിളിൽ എത്തണം. ആൻഡ് ആ സമയത്ത് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം. ഒരു 15 മിനിറ്റ് എക്സ്ട്രാ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ് ഒരു ദോഷവും നമുക്ക് വരാൻ പോകുന്നില്ല. സോ യു ഷുഡ് ബി ഹാവിങ് ദാറ്റ് മൈൻഡ് സെറ്റ്. ആ ഒരു ഫൈറ്റർ മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. സോ സേ നോ ടു പ്രോക്രാസ്റ്റിനേഷൻ. യൂസ് ദ റൈറ്റ് ടൂൾസ്. നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ ഒരുപാട് അസൈൻമെൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അസൈൻമെൻറ്റ്സ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക്
പ്രോപ്പറായിട്ടുള്ള AI ടൂൾസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ അസൈൻമെൻറ്റ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ചീറ്റ് അല്ല ചെയ്യുന്നത്. അസൈൻമെൻറ്റ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുമ്പോൾ ബാക്കി ടൈം നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സെൽഫ് സ്റ്റഡിക്കാണ് നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെൽഫ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് എന്താണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരുപാട് കാര്യം പഠിക്കാൻ കാണും, പഠിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. ഡു സെൽഫ് അനാലിസിസ്, ബിക്കം യുവർ ഓൺ ടീച്ചർ. അപ്പോൾ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ദിവസത്തെ ടാർഗറ്റ് എന്നും എഴുതി വയ്ക്കും. എന്നിട്ട് അന്നേരം രാത്രി, ആ ദിവസം രാത്രി ഒരു സെൽഫ് അനാലിസിസ് നടത്താം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നത്തെ ഗോൾസ് എഴുതുക, 1 2 3 4 ഇങ്ങനെ നിങ്ങൾ ഗോൾസ് എഴുതി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് ഗോൾ കംപ്ലീറ്റ് ചെയ്തു, തേർഡ് കംപ്ലീറ്റ് ചെയ്തു, ഫോർത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ കംപ്ലീറ്റ് ചെയ്ത ഗോൾസിൽ നിന്ന് ടിക്ക് മാർക്ക് ഇടുക. 1 2 3 ടിക്ക് ഇട്ടു. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് ഇത്രയും കാര്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ 4ാമത്തെ ഗോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ഗോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസത്തേക്ക് അതിനെ മാറ്റണം. എനിക്കറിയാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ടയേർഡായിട്ട് ഫീൽ ചെയ്യാം, കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നാം എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ തോന്നാം. മറ്റുള്ളവർ നിങ്ങളെക്കാളും മുന്നേ പോകുന്നതും നിങ്ങൾക്ക് കാണാം. ആ സമയത്ത് യു വിൽ സ്റ്റാർട്ട് ഡൗട്ടിങ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ഡൗട്ട് വരും. ബട്ട് ലെറ്റ് മീ ടെൽ യു, യു ആർ ഇനഫ്, യു ആർ കേപ്പബിൾ ആൻഡ് യുവർ ടൈം ഈസ് കമ്മിങ്. നിങ്ങളുടെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ചിലപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ലാസ്സിൽ ബെസ്റ്റ് അല്ലായിരിക്കാം, ഇന്നത്തെ ടെസ്റ്റ് പേപ്പറിൽ നമുക്ക് നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ബട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ബെറ്റർ വേർഷനായിട്ട് മാറാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് എനിക്ക് 20ക്ക് 10 കിട്ടിയോളൂ, നോ പ്രോബ്ലം. അടുത്ത പരീക്ഷയ്ക്ക് 20ക്ക് 12 മേടിക്കാൻ നോക്കുക. ഇന്നലത്തേനേക്കാളും ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഒരു കുഞ്ഞ് സ്റ്റെപ്പ് എടുക്കാം, പിന്നെ അടുത്ത കുഞ്ഞ് സ്റ്റെപ്പ് എടുക്കുക. കുഞ്ഞ് ബേബീസും കുഞ്ഞ് വാവമാരൊക്കെ അങ്ങനെയല്ലേ നടന്ന് പഠിക്കുക, ഓരോ കുഞ്ഞ് സ്റ്റെപ്പ് എടുത്തല്ലേ മുന്നോട്ട് പോവുക. അപ്പം ഒരു സ്റ്റെപ്പ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വീണ് പോയാൽ അവിടെ വീണ് കിടക്കരുത്. ഗെറ്റ് ബാക്കപ്പ്, എഴുന്നേറ്റിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ചാമ്പ്യൻസ് ആർ നോട്ട് മെയ്ഡ് ഇൻ 1 day, they are made every single day in silence, in struggle, in self belief. സോ ഇന്ന് തൊട്ട് തന്നെ ബിലീവ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ എഫേർട്സിനെ വിശ്വസിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ആൻഡ് ഓർക്കുക, ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ ചിയറിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളെ ഓർമ്മപ്പെടുത്താനും ദാറ്റ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് ആൻഡ് ഐ ആം ഡാം ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്. സോ മുന്നോട്ട് നീങ്ങുക, മേക്ക് യുവർ ഫ്യൂച്ചർ പ്രൗഡ്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.